2025 ഡിസംബർ 29 സിറാജ് എഡിറ്റോറിയൽ. അരക്ഷിത ബംഗ്ലാദേശ് ഇന്ത്യക്ക് ഗുണകരമാകില്ല. ബംഗ്ലാദേശിലെ സംഭവവികാസങ്ങൾ കൂടുതൽ സങ്കീർണമായ നിലയിലേക്ക് നീങ്ങുകയാണ്. ഷെയ്ഖ് ഹസീനയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയ പ്രക്ഷോഭത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്ന ഇൻക്വിലാബ് മാഞ്ചോ നേതാവ് ഷെരീഫ് ഉസ്മാൻ ഹാദി കൊല്ലപ്പെട്ടതോടെയാണ് രാജ്യം അക്രമാസക്ത പ്രക്ഷോഭത്തിലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നത്. നൊബേൽ ജേതാവ് മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിന് നിയന്ത്രിക്കാനാകാത്ത നിലയിലേക്ക് പ്രക്ഷോഭം അക്രമാസക്തമാണ്. തീവ്ര നിലപാടുകളുള്ള ഗ്രൂപ്പുകൾ പ്രക്ഷോഭത്തിലേക്ക് കയറി വന്നതോടെ എന്തും സംഭവിക്കാവുന്ന സ്ഥിതിയുണ്ടവിടെ. ഈ പ്രക്ഷോഭത്തിലുടനീളം ഇന്ത്യാവിരുദ്ധ വികാരമാണ് ആളിക്കത്തുന്നത്. ഹാദിയുടെ കൊലയാളികൾ ഇന്ത്യയിലേക്ക് കടന്നുവെന്ന ആരോപണം നേരത്തെയുണ്ടായിരുന്നു. ബംഗ്ലാദേശ് അന്വേഷണ സംഘം ഈ സംശയം മുന്നോട്ട് വെച്ചതോടെ ഇന്ത്യാവിരുദ്ധ പ്രക്ഷോഭം കൂടുതൽ വ്യാപകമായി. ഇന്ത്യയിൽ കഴിയുന്ന ഷെയ്ഖ് ഹസീനയെ വിട്ടുകിട്ടണമെന്ന മുറവിളിയാണ് ബംഗ്ലാദേശ് തെരുവുകളിൽ മുഴങ്ങുന്നത്. അവരെ വിട്ടുകൊടുക്കുന്നതിൽ തീരുമാനമെടുക്കാൻ ഇന്ത്യക്ക് മതിയായ സാവകാശമെടുക്കാമെന്നാണ് അന്താരാഷ്ട്ര നിയമ വിദഗ്ധരെല്ലാം വ്യക്തമാക്കുന്നത്. എന്നാൽ അധികാരപ്രമത്തതയുടെയും കെടുകാര്യസ്ഥതയുടെയും പ്രതിപക്ഷ അടിച്ചമർത്തലിന്റെയും പാരമ്യത്തിൽ ജനങ്ങൾ പുറത്താക്കിയ ഹസീനക്ക് അഭയം തുടരുന്ന ഇന്ത്യയുടെ നിലപാട് വകവെച്ചു കൊടുക്കാവുന്ന വിശാലതയൊന്നും ബംഗ്ലാദേശി യുവാക്കൾക്കില്ല. ഹസീന ഈസ് ഇന്ത്യ, ഇന്ത്യ ഈസ് ഹസീന എന്നാണ് അവരുടെ ഹാഷ്ടാഗ്. വൈകാരിക പ്രതികരണങ്ങളുടെ ഏറ്റവും ഭീകരമായ വശം ഈ പ്രക്ഷോഭങ്ങൾക്കിടെ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണം നടക്കുന്നുവെന്നതാണ്. ഒറ്റപ്പെട്ടത് എന്നൊക്കെ പറയാമെങ്കിലും ഇടക്കാല സർക്കാർ ശക്തമായ നിലപാടെടുക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും നിസ്സാരമായി കാണേണ്ട ഒന്നല്ല അത്. ഇന്ത്യയിൽ നിന്നുള്ള പാർലമെന്ററി സമിതി ഇക്കാര്യത്തിൽ കൃത്യമായ മുന്നറിയിപ്പ് നൽകിയതാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള രാഷ്ട്രീയ തർക്കത്തിന്റെ സ്വഭാവം വിട്ട് മതപരമായ വിഷയമായി ഇത് വളർന്നാൽ പരിഹാരം അസാധ്യമായ പ്രതിസന്ധിയായി ഇത് മാറുമെന്നുറപ്പാണ്. അങ്ങേയറ്റം അവധാനതയോടെ കൈകാര്യം ചെയ്യേണ്ട പ്രശ്നമാണിത്. എന്നാൽ അസമിലെ മുസ്ലിങ്ങൾ മുഴുവൻ ബംഗ്ലാദേശികളാണ് പോലുള്ള വിദ്വേഷ പ്രസ്താവനകൾ യാതൊരു ഉത്തരവാദിത്വവുമില്ലാതെ പടച്ചുവിട്ട് എരുതിയിൽ എണ്ണയൊഴിക്കുകയാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയെപ്പോലുള്ളവർ. ഇന്ത്യയെ മാറ്റി നിർത്തിയുള്ള ബംഗ്ലാദേശി ചരിത്രം തീർത്തും അപൂർണമായിരിക്കും. 1971-ലും 1975-ലും ഇന്ത്യയുടെ പിന്തുണയില്ലായിരുന്നുവെങ്കിൽ ബംഗ്ലാദേശ് എന്ന രാജ്യം തന്നെ അസാധ്യമാകുമായിരുന്നു. ബംഗ്ലാദേശ് വിമോചന സമരകാലത്ത് രാജ്യത്തിനകത്തും പുറത്തുമുള്ള ശക്തികൾ വിമോചന സ്വപ്നങ്ങൾക്ക് തുരങ്കം വെക്കാൻ ആയുധവുമായിറങ്ങിയപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ പിന്തുണയാണ് നിർണായകമായത്. രാഷ്ട്രപിതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ താമസിച്ച വീട് ആക്രമിച്ചും സ്വാതന്ത്ര്യ സമരകാലത്തെ പ്രതീകങ്ങളെ മുഴുവൻ തള്ളിപ്പറഞ്ഞും മുന്നോട്ടു പോകുന്ന ബംഗ്ലാദേശി പ്രക്ഷോഭകർ ഇന്ത്യ ബംഗ്ലാ കൂട്ടുകെട്ടിന്റെ ചരിത്രത്തെയാകെ നിരാകരിക്കുകയാണ്. ഇത് ആത്യന്തികമായി ബംഗ്ലാദേശി ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള തീവ്രകക്ഷികൾക്ക് വഴിയൊരുക്കുകയാണ് ചെയ്യുന്നത്. ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ കൊലപാതകത്തിന് പിറകെ ഷാബാഗ് ചത്വരത്തിൽ നടന്ന പ്രതിഷേധ സംഗമം തീവ്ര ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾ ആധിപത്യം പുലർത്തുന്ന ഒത്തുചേരലായി മാറിയിരുന്നു. തൗഹീദി ജനതയുടെ ജാഷിമുദ്ദീൻ റഹ്മാനി, അത്താഹുർ റഹ്മാൻ ബിക്രംപുരി തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു. പ്രകോപനപരമായിരുന്നു പ്രസംഗങ്ങൾ. അക്രമ സംഭവങ്ങളിൽ എടുത്തു പറയേണ്ടത് പ്രോത്തോൺ അലോ, ഡെയിലി സ്റ്റാർ എന്നീ പത്രങ്ങളുടെ ഓഫീസുകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളാണ്. ഈ പത്രങ്ങൾ തീവ്ര ഗ്രൂപ്പുകളെ ശക്തമായി തുറന്നു കാണിക്കുന്നവയാണ്. എന്നാൽ ഇന്ത്യൻ അനുകൂലികൾ, മതവിരുദ്ധർ എന്നൊക്കെയാണ് ഈ പത്രങ്ങൾക്ക് നേരെയുള്ള ഹസീന വിരുദ്ധ ഗ്രൂപ്പുകളുടെ ആക്ഷേപം. ഇന്ത്യ തന്നെയാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും ഉത്തരവാദിത്വത്തോടെ പെരുമാറേണ്ടത്. പ്രശ്നങ്ങൾ സങ്കീർണമാക്കുന്ന പ്രത്യക്ഷമോ പരോക്ഷമോ ആയ ഇടപെടലുകളിൽ ഇന്ത്യയിലെ ഒരു ഗ്രൂപ്പും ഏർപ്പെടരുത്. അരക്ഷിതമായ അയൽപക്കം ഇന്ത്യക്ക് ഒരിക്കലും ഗുണകരമാകില്ലല്ലോ. ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുന്ന പൊതുതിരഞ്ഞെടുപ്പ് നീതിയുക്തമാകണം. തിരഞ്ഞെടുപ്പിൽ ഹസീനയുടെ അവാമി ലീഗ് അധികാരത്തിൽ തിരിച്ചെത്തണമെന്ന് ഇന്ത്യയിലെ ഭരണകക്ഷി ആഗ്രഹിക്കുന്നുണ്ടെന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാൽ അതിനായി പുറത്തുനിന്ന് നടത്തുന്ന നീക്കങ്ങൾ ഉറപ്പായും വിപരീത ഫലമേ ഉണ്ടാക്കുകയുള്ളൂ. ഇന്ത്യാവിരുദ്ധത അവിടെ ശക്തമായ രാഷ്ട്രീയ ആയുധമായി മാറിക്കഴിഞ്ഞുവെന്നും ബംഗ്ലാദേശ് ചൈനയിലേക്ക് ചായുകയാണെന്നുമുള്ള വസ്തുത തിരിച്ചറിഞ്ഞായിരിക്കണം ഇന്ത്യ നിലപാടെടുക്കേണ്ടത്.